ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് പുതിയ 210 നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. സമഗ്ര ശിക്ഷ കേരളമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിനും അവരെ ആധുനിക തൊഴിൽ മേഖലകളിൽ സജ്ജരാക്കുന്നതിന്റെ ഭാഗവുമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നത്. ദേശീയ യോഗ്യതാ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയ കോഴ്സിന് കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പരിശീലന ശേഷം ലഭിക്കും. 210 SDCകളിലായി 420 നൈപുണ്യ പരിശീലന ബാച്ചുകളാണ് ആരംഭിക്കുന്നത്. ഇതുവഴി ഓരോ ബാച്ചിലും 25 പേർക്കാണ് പ്രവേശനം. തികച്ചും ആധുനികമായ തൊഴിൽ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന കോഴ്സുകളാണ് SDCകളിൽ നൽകുന്നത്. പരിശീലന ശേഷം കോഴ്സ് വിജയിക്കുന്നവർക്ക് തൊഴിൽ മേഖലകളിലൂടെയും വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും തൊഴിൽ ലഭിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണം ക്രിസ്മസ് പരീക്ഷകൾ ഒഴിവാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ. SCERT ആണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടറിൽ പരിഷ്കരണ നിർദ്ദേശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഹൈസ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടാനാണ് പുതിയ ശുപാർശ. വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച 5 അംഗ സമിതിയുടേതാണ് നിർദ്ദേശം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് SCERTയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. സ്കൂൾ പരീക്ഷ 2 ചുരുക്കാനും തുടർച്ചയായി 6 പ്രവൃത്തി ദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം. നിലവിലെ ഓണം ക്രിസ്മസ് പരീക്ഷകൾ ഒഴിവാക്കിക്കൊണ്ട് ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മാത്രമാക്കണമെന്നാണ് നിർദ്ദേശം. LP UP ക്ലാസ് സമയം കൂട്ടിയിട്ടില്ല. ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂറാണ് കൂട്ടുക. അതുവഴി വർഷത്തിൽ 1200 മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെറ്റ് രജിസ്ട്രേഷൻ 28 വരെ 50% മാർക്കോടെ മാസ്റ്റേഴ്സ് ബിരുദവും BEdും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനായുള്ള യോഗ്യതാ നിർണയ പരീക്ഷയായ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന് ഓൺലൈനായി മെയ് 28 വൈകിട്ട് 5 മണിവരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിജ്ഞാപനവും വിശദ വിവരങ്ങളും അടങ്ങിയ പ്രോസ്പെക്ടസും ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷാ ഫീസ് 1300 രൂപ. SC ST ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് 750 രൂപയാണ് അപേക്ഷാ ഫീസ്. 2 പേപ്പറുകളാണുള്ളത്. പരീക്ഷയ്ക്ക് പേപ്പർ 1 ജനറൽ പൊതുവിജ്ഞാനവും അധ്യാപന അഭിരുചിയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മലയാളികൾക്ക് സൗദി അറേബ്യയിൽ അവസരം. വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്കാണ് നോർക്ക റിക്രൂട്ട്സ് നേതൃത്വത്തിൽ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത്. ICU, കാർഡിയാക് ICU, പീഡിയാട്രിക്, എമർജൻസി റൂം, NICU, ഓപ്പറേറ്റിംഗ് റൂം റിക്കവറി തുടങ്ങിയ നിരവധി ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. നഴ്സിംഗിൽ BSc പോസ്റ്റ് ബേസിക്, BSc വിദ്യാഭ്യാസ യോഗ്യതയും സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. ഇതിനോടൊപ്പം സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷനും HRD അറ്റസ്റ്റേഷൻ, ഡാറ്റ ഫോളോ പരിശോധന എന്നിവ പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. വിശദമായ CVയും വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം നോർക്കയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിച്ച് മെയ് 10-നകം അപേക്ഷ നൽകണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മലബാറിൽ ഉൾപ്പെടെ +1 മാർജിനൽ സീറ്റ് വർധന അനുവദിക്കും. ക്ലാസുകൾ ജൂൺ 14 മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സീറ്റുകളിലാണ് 30% മാർജിനൽ സീറ്റ് വർധനവുണ്ടാവുക. എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20%ആണ് വർദ്ധിപ്പിക്കുക. മാർജിനൽ സീറ്റ് വർദ്ധിക്കുന്നതിലൂടെ 64,040 താൽക്കാലിക ബാച്ചിലൂടെ 17,290 ഉൾപ്പെടെ 4,41,887 വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം നേടാൻ കഴിയും. കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 33,030 സീറ്റുകളുണ്ട്. ITIയിൽ 61,429 പോളിടെക്നിക്കിൽ 9,990 സീറ്റുമുണ്ടാകും. അഡ്മിഷൻ പ്രക്രിയ അവസാനിച്ച ശേഷം മെയ് 24-ന് ട്രയൽ അലോട്ട്മെന്റും ജൂൺ 2-ന് ആദ്യ അലോട്ട്മെന്റും ജൂൺ 10-ന് 2ാം അലോട്ട്മെന്റും ജൂൺ 16-ന് 3ാം അലോട്ട്മെന്റും ഉണ്ടാകും. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി ജൂൺ 14-ന് +1 ക്ലാസുകൾ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.